പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വിശേഷപ്പെട്ട അതിഥിയുണ്ട്. അഡ്വക്കേറ്റ് കിഷോർ ബാബു. കിഷോർ ബാബു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇൻഡസ്ട്രിയൽ സെല്ലിൻ്റെ ചെയർമാനായിരുന്നു. അതിലുപരി ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണല്ലോ കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാലിൻ്റെ വലങ്കൈ എന്നോ ആത്മമിത്രമെന്നോ ഒക്കെ പറയാവുന്ന ആളാണ് അഡ്വക്കേറ്റ് കിഷോർ ബാബു. കിഷോർ ബാബു പക്ഷേ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP ചേർന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയാം, വ്യവസായികളുടെ സംരംഭകരുടെ സംഘടനയുടെ ചെയർമാൻ പാർട്ടി വിട്ട് BJP ചേരുന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഷോക്കിംഗ് ആണ്. പക്ഷേ വലിയ വാർത്തയൊന്നും ആയില്ല. അത് ഞങ്ങൾ അവഗണിച്ച് വിട്ടേക്കാം എന്ന് കെ സി തീരുമാനിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. എന്താണ് അങ്ങ് കെ സി വേണുഗോപാലിനെ കോൺഗ്രസിനെ വിട്ടിട്ട് BJP പോകാൻ എന്താ കാരണം? നമസ്കാരം. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 40 വർഷത്തോളമായി. 4 പതിറ്റാണ്ടായി. ശ്രീ കെ സി വേണുഗോപാൽ KSU പ്രസിഡൻ്റായ കാലഘട്ടത്തിൽ ആ കമ്മിറ്റിയിലെ ഭാരവാഹിയാകാൻ പറ്റി. അതിനുശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ അതിൽ ഭാരവാഹിയാകാൻ കെ സി വിദ്യാർത്ഥിയായിരുന്നപ്പോഴും യുവാവായിരുന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അതെ. തുടർന്ന് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു അപ്പെക്സ് ബോഡിയുണ്ട്, ലേബർ ഫെഡ്. അതിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുപ്പിലൂടെ അതിൻ്റെ ചെയർമാനായി. അതിനുശേഷമാണ് ഇൻഡസ്ട്രി സെല്ലിൻ്റെ ചെയർമാനാകുന്നത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഞാനൊരു ഓൾവേസ് ഒരു സംഘാടകൻ എന്നുള്ള രീതിയിൽ ബിഹൈൻഡ് ദ കർട്ടൺ ആയിരുന്നു എന്നെ കിട്ടിയ ഉത്തരവാദിത്തങ്ങൾ പലതും. പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ശ്രീ ഷാനിമോൾ ഉസ്മാൻ്റെ അരൂരിൽ ഉപതെരഞ്ഞെടുപ്പ്. അതന്ന് ശ്രീ PT തോമസ് ജീവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം അന്ന് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ ഒരു ദിവസം അവിചാരിതമായി വരുന്നു. ഒരു പെട്ടി എടുത്ത് നേരെ അരൂരിന് വരണം, ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷേ ഷാനിമോളുടെ തിരഞ്ഞെടുപ്പായതുകൊണ്ടും ഷാനിമോളും ഞാനും എല്ലാം ഒരുമിച്ച് പഠിച്ചതുകൊണ്ടും ഞാനുമായിട്ട് നല്ല സുഹൃത്ത് ബന്ധം ഉള്ളതുകൊണ്ടും ഞാനവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയും, കുടുംബയോഗങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും അവിഭാജ്യ ഘടകമായ ഒരു പൊളിറ്റിക്കൽ മിഷനുണ്ട്. CPM ഒരു സ്ട്രാറ്റജിയാണ് അത്. അത് നിനക്കത് കൃത്യമായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് നീ അത് ചെയ്യണമെന്ന്. ഞാനത് ഏറ്റെടുത്തു. സ്നേഹപൂർവ്വമുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശം. PTയെ പോലെ ബഹുമാന്യ ഒരു നേതാവിനെ, അതെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആദരിക്കപ്പെടുന്ന നേതാവായിരുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തിയും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഇതിൻ്റെ ഒരു ഡെപ്തും മനസ്സിലായപ്പോൾ ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ PTയോട് പറഞ്ഞു, PT എനിക്ക് ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു, എനിക്കതറിയാം, നീ അതെപ്പോൾ പറയുന്നത് കാത്തിരിക്കുമായിരുന്നു ഞാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരാളിനെ കൂടെ ഇതിൻ്റെ കൂടെ ക്ലബ് ചെയ്യാമെന്ന് പറഞ്ഞ് മുൻപ് തൃശ്ശൂർ DCC പ്രസിഡൻ്റായ ജോസ് വള്ളൂരും ഞാനും കൂടാണ് പിന്നീട് ആ പ്രയാണമായി മുന്നോട്ട് പോയത്. ഏതാണ്ട് 37,000 വോട്ടിന് ലീഡ് ചെയ്തിരുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ നമ്മൾ, അന്ന് UDFൻ്റെ ഭാഗമായിരുന്ന നമ്മൾ, ഞാൻ അടക്കമുള്ള ലീഡർഷിപ്പ് പ്രയത്നിച്ചതിൻ്റെ ഫലമായി ഷാനിമോൾ അവിടെ ആ 37,000 കടന്ന് പിന്നെ ഒരു 4,500 വോട്ട് മേടിച്ച് വിജയിച്ചു. അതൊരു ചരിത്ര വിജയമാണ്. അതെ. 37,000 ലീഡ് കുറച്ചുകൊണ്ട് ആരിഫായിരുന്നു അന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴത്തേക്കാണ് അങ്ങനെ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. അത് ഭയങ്കരമായൊരു ടീം വർക്കിൻ്റെ റിസൾട്ടായിരുന്നു. ഞാനിത് സൂചിപ്പിച്ചതിൻ്റെ കാരണം, ഇപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകളിലും UDF ജയിച്ചു വരുമ്പോൾ ഏതാണ്ട് മഹാ അത്ഭുതം നടന്നതുപോലെ പറയാറുണ്ട്. പക്ഷേ ഷാനിമോളുടെ ബൈ ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പാണ് ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പും ഒരു സംഘടിതമായ ഒരു ശ്രമത്തിൻ്റെ ഫലമായി അതിഭീകരമായ ഒരു ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് അൺബിലീവബിളായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റും എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് രമേശിൻ്റെ 2 തിരഞ്ഞെടുപ്പും കെ സി വേണുഗോപാലിൻ്റെ പാർലമെൻറ്റ്, അതായത് 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അടങ്ങുന്ന പാർലമെൻറ്റിൻ്റെ ഉടമ സംഗമങ്ങളുടെ ഉത്തരവാദിത്വം, അതിനുശേഷം ചേലക്കരയും നിലമ്പൂരും അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ്, ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു ഇലക്ഷൻ്റെ ഏറ്റവും പൊതു തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യകർത്താവ് ആയി കോൺഗ്രസ് പാർട്ടി നേതൃത്വവും അംഗീകരിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായി. ഈ റീസെൻ്റായിട്ടുള്ള കോൺഗ്രസ് വിടാനുള്ള തീരുമാനം ഒരു നേരത്തെ പലരും ചോദിച്ച പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ, ഒരു പെട്ടെന്നുണ്ടായ ഒരു
ഒരു ഒരു പ്രൊവോക്കേഷണൽ കേസ് വേണുപോലെയുള്ള ഒരു ഒരു സ്ലിപ്പ് ഓഫ് ദി ടങ്കിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു വികാരത്തിളപ്പിലെടുത്ത ഒരു തീരുമാനമല്ല ഇത്. ദീർഘകാലമായി ഈ പാർട്ടിയുടെ ഒരു ഡിറ്ററേഷൻ, ഒരു ചെതലരിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കാണുകയും തൊട്ടനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ദൈനംദിനം ഇതിൻ്റെ പോക്ക് ആപത്തിലേക്കും ഗർത്തത്തിലേക്കുമാണ് എന്ന് പൂർണ്ണ ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ അന്തിമമായൊരു തീരുമാനത്തിലേക്ക് ഞാൻ ഇത് വരുന്നത്. അല്ല, കേരളത്തിലും കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു ജീർണതയുണ്ടോ? അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും CPM കഴിഞ്ഞാൽ ഭരിക്കാൻ കഴിയുന്ന പാർട്ടി എന്നാണ് കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ധാരണ. അല്ല, ധാരണയൊക്കെ അവിടെ ഇരിക്കട്ടെ. കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ജീർണത എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയാം. ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താകാനുണ്ടായ കാരണം, ഞാൻ ഒരു വലിയ സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തി. അതായത് KPCC ഇൻഡസ്ട്രി സെല്ലിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനൊരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, UDFൻ്റെ നേതൃത്വത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തി ജനുവരി മാസം. അതെ, അതാണ് സംഘടനാവിരുദ്ധ പ്രവർത്തനം. ഏൽപ്പിച്ച ഉത്തരവാദിത്വം നടപ്പാക്കി. UDFൻ്റെ മുഴുവൻ നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം, ദേവരായൻ വരെ, CK ജാനി വരെ, രാജേന്ദ്ര മുഴുവൻ, അതായത് ആരൊക്കെ ഘടകകക്ഷി ചെയ്യുന്നുണ്ടോ അവരുടെ മുഴുവൻ നേതാക്കന്മാരെയും പങ്കെടുപ്പിച്ച ഒരു 1 ഡേ കോൺക്ലേവ് നടത്തി. ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ചു. എവിടെ വെച്ചായിരുന്നത്? കൊച്ചിൻ ലീ മെറിഡിയൻ ഹോട്ടലിൽ വെച്ചായിരുന്നു. ജനുവരി 17 ഒരു 1 ഡേ കോൺക്ലേവ്. ഈ കഴിഞ്ഞ ജനുവരി? അതെ, ഈ ജനുവരി ഒരു മാസം ആവുന്നേ ഉള്ളൂ. അത്രേ ആവുന്നുള്ളൂ, 26 ജനുവരി. അപ്പോൾ അതിനകത്ത് പങ്കെടുത്തത് എല്ലാം കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ലീഡർഷിപ്പിൽ നിൽക്കുന്ന അതിൻ്റെ പില്ലേഴ്സായിട്ടുള്ള ഓരോ വെർട്ടിക്കൽസിൻ്റെയും ലീഡേഴ്സായിട്ടുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള വളരെ സെൻസിബിളായിട്ടുള്ള ഒരു കോൺക്ലേവ് നടത്തി. അതിൻ്റെ ഒരു ഔട്ട്കം എന്നുള്ള നിലയിൽ മാനിഫെസ്റ്റോകൾ സബ്മിറ്റ് ചെയ്യുകയും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് UDF ചെയർമാൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് ജനുവരി 17 2 ദിവസം കഴിഞ്ഞ് ജനുവരി 19 അല്ലെങ്കിൽ 20 ഞാൻ KC വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് വളരെ സക്സസ്ഫുള്ളായി നടത്തി. ഒരു സുഹൃത്ത്, ഒരു അഭ്യുതകാംക്ഷി, ഒരു വെൽവിഷർ എന്നുള്ള നിലയിൽ സഹപ്രവർത്തകൻ ഗംഭീരമായ ഒരു കാര്യം ചെയ്തതിൽ അഭിനന്ദിക്കുന്നു എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ വളരെ 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 അൺപ്രഡിക്റ്റബിളായിട്ടുള്ള രീതിയിൽ എന്നോട് പെരുമാറി. അതെന്തായിരിക്കും കാരണം? വളരെ അദ്ദേഹം തന്നെ പറഞ്ഞു, നിയമനം വെച്ചുകൊണ്ട് നടത്തിക്കോ, അതായത് നീ VD സജഷൻ വെച്ചുകൊണ്ട് ഈ പരിപാടിയെല്ലാം നടത്തിക്കോ, ഞാനായിരുന്നില്ലേ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്, എന്നെ എല്ലായിരുന്നു ഒന്ന് വിളിക്കേണ്ടിയിരുന്നത്, നീ എൻ്റെ ഗ്രൂപ്പുകാരനല്ലേ. അപ്പോൾ എനിക്ക് പോലും ഇത്രയും സങ്കുചിതമായ ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഇതിനകത്ത് നടക്കുന്നതായിട്ടുള്ളൊരു ഒരു സെൻസ് ഓഫ് ഫീലിംഗ് എനിക്ക് ഉണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ എന്നാൽ ഇത്ര രൂക്ഷമാണെന്നുള്ളത് അറിയത്തില്ല. ആ സെക്കൻഡ് എവിടെ വെച്ച് തന്നെ തീരുമാനം എടുക്കണം, ഇനി ഇതിനകത്ത് നിൽക്കുന്ന പ്രശ്നമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഞാനിന്ന് പറയുന്ന ഒരു പേഴ്സണിനെ 40-42 വർഷമായിട്ട് അറിയാവുന്ന ഒരാൾ, ഞാനൊരു എന്നെ ഏൽപ്പിച്ച ഒരു പാർട്ടി ദൗത്യം വളരെ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു കോംപ്ലിമെൻറ്റിന് ചെല്ലുന്ന നിൽക്കുന്ന എന്നോട്, ഭാഷയുടെ അതവിടെ ഇരിക്കട്ടെ, പക്ഷേ ദ ആറ്റിറ്റ്യൂഡ്, ദ വേ ഹി റെസ്പോണ്ടഡ് ടുവേർഡ്സ് ദാറ്റ് സബ്ജക്റ്റ്, അദ്ദേഹത്തിനെ പോലൊരു പോസ്റ്ററിലിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ പോലൊരു ഒരു പൊസിഷനിങ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ, ഹി വാസ് നോട്ട് സപ്പോസ് ടു സ്പെൽ ഔട്ട് സച്ച് കൈൻഡ് ഓഫ് എ ലൂസ് ടോക്സ് ടു മീ. മേ ബി ഇറ്റ് ഈസ് എ സ്ലിപ്പ് ഓഫ് ടങ്, ബട്ട് he was not supposed to do, because his positioning is like that in Congress party. അതിനോടൊരു നീതി പ്രവർത്തനമായിരുന്നു. അപ്പോൾ ഇതൊരു ഡിസാസ്റ്റർ മോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ ആൾക്കൂട്ടം, ഈ ബഹളവും ആരവം, ഇതെല്ലാം ഞാനിതിനകത്ത് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് വർക്ക് ചെയ്തൊരാളെന്നുള്ള നിലയിൽ ഇതെല്ലാം ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഓപ്പറേഷനാണ്. ഇറങ്ങി വരും, മുദ്രാവാക്യം വിളിക്കും, തോളലെടുത്ത് വയ്ക്കും. അല്ല, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, സതീശൻ്റെ ഒരു വീഡിയോ ഉണ്ടല്ലേ, വെടിക്കെട്ട് നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ക്ഷുഭിതനാകുന്ന സതീശൻ. വെടിക്കെട്ട് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ഈ ചെറിയ വെടിക്കെട്ട് കേട്ട് വെറും മാലപ്പടക്കം കേട്ട് അദ്ദേഹം ഇങ്ങനെ ക്ഷൂതരായി കഴിഞ്ഞാൽ പീരങ്കി വരാനിരിക്കുന്നത് താങ്ങാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വകാര്യമാണ്, നാട്ടുകാർ കേൾക്കും, നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലാണ്. അപ്പോൾ KC ഇങ്ങനെ ക്ഷുഭിതനായി എന്ന് പറയുമ്പോൾ KCക്ക് സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആവരുതെന്നൊരു താല്പര്യം കാണുമല്ലോ? ഒരിക്കലുമല്ല. പിന്നെ അദ്ദേഹം അല്ലാതെ വേറെ ആരും ആകരുതെന്നേ ഉള്ളൂ അദ്ദേഹത്തിന് ആഗ്രഹം. നിങ്ങൾ ഒരാളുടെ പേരല്ലേ പറഞ്ഞുള്ളൂ, സതീശൻ മാത്രമല്ല. ഇത്ര ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാനല്ലാതെ വേറെ ആരും ആകരുത്. അത് ഭരണം കിട്ടിയാൽ അതെ KC ആവണം. അതെ, അത് സതീശനാകേണ്ട, ABCD ആകേണ്ട, നിങ്ങൾ പേര് പറയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബട്ട് എൻ്റെ ഡേ ഐ ഷുഡ് ബി ദ കിങ്.
നോ വൺ ഷുഡ് ബി ബാരിയർ ടുവേർഡ്സ് മീ. ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞ ദിവസം പണിശങ്കർ അയ്യർ വന്നിട്ട് പറഞ്ഞ ഓർക്കുന്നില്ലേ, കെ.സി. വേണുഗോപാൽ ഗുണ്ടയാണ്. അല്ല, അതൊരു ശരിയായ പ്രയോഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് കുറഞ്ഞു പോയാ? ഈ മേ ബി ഒരു ഗാങ്സ്റ്റർ എന്നുള്ളതിൻ്റെ മലയാള അല്ലെങ്കിൽ ഹിന്ദി വൽക്കരണം അല്ലെങ്കിൽ തമിഴ് വൽക്കരണം ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. പ്രോപ്പർ വേർഡ് ഈസ് ഗാങ്സ്റ്റർ. അങ്ങനെയാണോ കെ.സി.? ഞാൻ ആദ്യം കേൾക്കും ഒരാളങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. ഈസ് എ ഗാങ്സ്റ്റർ. പല്ലും നഖവുമൊക്കെ ഉള്ള ദംഷ്ട്രകളുള്ള ഒരു നേതാവ്, അങ്ങനെ പറയാമോ? അങ്ങനെയല്ല, ഗാങ്സ്റ്റർ എന്ന് പറയുന്നതിൻ്റെ മീനിങ് അതല്ല. അല്ല, ഞാൻ പറഞ്ഞതല്ല. നമുക്കിപ്പോൾ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞാൽ തോക്കും ബോംബും ഒക്കെ ആയിട്ട് നടന്ന ആളുകളെ ഫിനിഷ് ചെയ്യാൻ നടക്കുന്ന ആൾ, അത് വേണ്ട. പക്ഷേ രാഷ്ട്രീയക്കാരന് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാന്ധി ഫാമിലിയുടെ ഒരു റെജിമാണ്. ഈ ഗാന്ധി ഫാമിലിയുമായിട്ട് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രധാന ദൈവത്തെ തൊഴുന്നതിന് മുമ്പ് ഈ ഉപദൈവം അതിലും പ്രധാനികളാണ്. അതിലേറ്റവും പ്രധാനമായ ഉപദൈവത്തിന് ദക്ഷിണ കൊടുത്ത് ആശീർവാദം വാങ്ങി പ്രീതിപ്പെടുത്തിയിട്ടേ പ്രധാന ദൈവത്തെ കാണാൻ പറ്റുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അവന് ഭസ്മമാക്കികളെ ശപിച്ചുകളെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കിക്കളെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരും അതിനകത്തോട്ട് കയറ്റത്തില്ല. പുള്ളി അതിനകത്ത് കയറി കഴിച്ചിട്ട് വേറെ ആരും അതിനകത്തോട്ട് കയറ്റത്തില്ല. അതൊരു സകല വാതിലും അടച്ച് താക്കോലും അരയിൽ തിരികെയിരിക്കുക. ഐദർ ഹൂക്ക് ഓർ ക്രൂക്ക് ഹി വിൽ സീ ദ എൻഡ് ഓഫ് ദറ്റ് പേഴ്സൺ. അതാണ് മണിശങ്കരയ്യർക്ക് സംഭവിച്ചത്. അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള വിജ്ഞാനിയായ ഒരു മനുഷ്യനോട് അയാളെ ഞാൻ പറഞ്ഞതിൻ്റെ വേറൊരു വർഷമാണ് അദ്ദേഹം പറഞ്ഞത്. വാട്ട് ഹി ടോൾഡ്, ഹി ആസ്ക്ഡ് മീ ടു ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ് ഫ്രം ഹിസ് ഹൗസ്. അതവൻ്റെ കൾച്ചറാണ്. ഇറങ്ങി പോകാൻ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൾച്ചറാണ്. ദാറ്റ് ഈസ് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ പെഡിഗ്രിയിലേക്കൊക്കെ പോകേണ്ടി വരും. ഞങ്ങളെപ്പോലെയൊക്കെയുള്ള പെഡിഗ്രി ഉള്ള ആളുകൾ എടുക്കില്ല. അങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ സെയിം ടോൺ വി വിൽ റെസ്പോണ്ട് ആൻഡ് വി ഹാവ് ഡൺ ഇറ്റ്. ഞാനും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു. മലയാള ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായി പോകും. അതുകൊണ്ട് സൗകര്യപൂർവ്വം ഇംഗ്ലീഷിൽ പറയാം. അതുകൊണ്ട് പെഡിഗ്രി കേൾക്കുമ്പോൾ ഒരു പഞ്ചും ഒരു സുഖമൊക്കെ ഉണ്ട്. അതെ. അല്ല, ഇത് ഞാൻ കെ.സി. വേണുഗോപാലിനെ നമ്മൾ ദൂരെ നിന്ന് കാണാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുഴപ്പം, അധികാരത്തിൻ്റെ കടിഞ്ഞാണ് എപ്പോഴും കയ്യിൽ വേണം. ഞാൻ വേറെ ഏതൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു. ഞാൻ കെ.സിയുടെ കൂടെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട സമരം നന്ദാവനം പോലീസ് ക്യാമ്പായിരുന്നു. ആ സമരമാണ് കെ.സി. വേണുഗോപാലിനെ കേരള രാഷ്ട്രീയത്തിൻ്റെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത്. പണ്ട് നടന്ന സമരം അല്ലേ? 87-88 എയർ ക്യാമ്പിൽ വെച്ച് മർദ്ദനം ഉണ്ടായി. 87-88 അന്ന് ഞങ്ങൾ ഒരുമിച്ച് ലോ അക്കാഡമി പഠിക്കുകയാണ്. അദ്ദേഹം MLA കോട്ടേഴ്സിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങുന്നത് സെക്രട്ടേറിയറ്റിലേക്ക്. പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നത്തെ ഈ കെ.സി. യൂത്ത് കോൺഗ്രസ് പിള്ളേർ പറയുന്നതിനോട്ട് അമ്മരെ കൂടെ ടാങ്ക് വെള്ളം അടിപ്പിക്കണം, അമ്മരെ കൂടെ ലാത്തിച്ചാർജ് ചെയ്യിപ്പിക്കണം, അമ്മരെ കൂടെ ടീർ ഗ്യാസ് ചെയ്യിപ്പിക്കണം, ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെയാണ് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പോകുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് ഇവന്മാർ നമ്മളെ പിക്ക് ചെയ്ത് നേരെ ക്യാമ്പിൽ കൊണ്ടുപോയി അതിഭീകരമായിട്ട് മർദ്ദിച്ചു. ഞാൻ കഴിഞ്ഞ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, അടി കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേണു രണ്ടാമത്തെ അടിക്ക് താഴെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ അവസ്ഥ മോശമാകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പുറത്ത് കയറി കിടന്നു. ബാക്കി മുഴുവൻ അടി എൻ്റെ ശരീരത്താവുണ്ട്. അത് വിസിബിളായിട്ട് കേരളത്തിലെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ മീഡിയയും ബാക്കിയുള്ള കാര്യങ്ങളില്ലാത്ത സമയത്ത് അന്ന് ആലപ്പുഴയിലെ ഇലക്ഷൻ നടക്കുന്ന സമയം, പാർലമെൻറ്റ് ഇലക്ഷൻ വക്കം മത്സരിക്കുന്ന സമയം, അന്ന് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് MK വിജയൻ ചേട്ടനുണ്ട്, പള്ളിപ്പാട് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ KSU ജില്ലാ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പേ ജില്ലാ പ്രസിഡൻ്റ് ആയ ഒരാളാണ്. പക്ഷേ ഇന്നും പുള്ളി പഞ്ചായത്ത് പ്രസിഡൻ്റുമായിട്ട് ജീവിതം ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് വേറൊരു കഥ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റേജിൽ എന്നെ കയറ്റി നിർത്തിയിട്ട് എൻ്റെ ഷർട്ട് ഊരി അവിടെ ഇരുന്ന പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് നന്ദാവനം പോലീസിൽ നടന്ന ആക്രമണത്തിൻ്റെ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞ് എൻ്റെ പുറം കണ്ട് അവിടെ നിന്ന് കൂടിയ ആളുകളെല്ലാം ഭയങ്കരമായി കണ്ണീന്ന് കണ്ണീര് വന്നു. ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഫയർ ഉണ്ടായിരുന്നു. അതായത് ജ്വലിച്ച് നിൽക്കുന്നൊരു നേതാവൻ. ഞാനൊക്കെ ആരാധനയോടുകൂടി വീരാരാധനയോടുകൂടി കെ.സി. വേണുഗോപാൽ സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്നുള്ള ആ കെ.സി. വേണുഗോപാലിൻ്റെ ഹീസ് എ മാൻ വിത്തൗട്ട് എ സോൾ. ആത്മാവില്ലാത്തൊരു ശരീരമായി അത് മാറി. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ആയിട്ടില്ല. അദ്ദേഹം കേരളത്തിലായിട്ടുള്ളത് KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഒരു KPCCയിലോ
ഒരു AICCയിലോ ഭാരവാഹിയോ അംഗമോ ആകാതെ നേരെ AICC ജനറൽ സെക്രട്ടറി ആകുന്നു. ദാറ്റ് ടു സംഘടനാ ചുമതലയുള്ള ജനറൽ that to സെക്രട്ടറി. in charge organization. So some mechanism is working. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഗാങ്സ്റ്റേഴ്സാണ്. ഈ ഗാങ്സ്റ്റേഴ്സ് ഇന്ത്യയുടെ നാശത്തിലേക്ക്, ഭാരതത്തിൻ്റെ നാശത്തിലേക്കാണ് ഒരു ഒപ്പോസിഷൻ എന്നുള്ള രീതിയിൽ നയിക്കുന്നത്. നിങ്ങൾ കാണേണ്ടതല്ലേ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നടന്നത്? അതെ അതെ, രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി ഒരു ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശദ്രോഹപരമായിട്ടുള്ള ഏറ്റവും വലിയ നടപടിയല്ലേ അദ്ദേഹം ചെയ്തേ. ആ പുസ്തകം ബ്ലാങ്ക് ആയിരുന്നു. അങ്ങനെ പുസ്തകം ഇല്ലല്ലോ, പുസ്തകം ഇല്ല. അതിനകത്ത് പെൻഗൻ പബ്ലിഷ് ചെയ്തിട്ടില്ലല്ലോ. അതിനകത്ത് പബ്ലിഷ് ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പേജിൻ്റെ 4 വരിയുടെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് പറയുന്നത്. വെൻ ദേ വെയർ ഇൻ ദി വാർ ഫ്രണ്ട്, ദി ജനറൽ, ദ ഹെഡ് ഓഫ് ദി ഓർഗനൈസേഷൻ, കരസേന മേധാവി, ഭരണമേധാവിയോട് ചോദിക്കും വാട്ട് ഷുഡ് ഐ ഡു, എന്ത് പറയും? യു ഡു വിച്ച് എവർ ഈസ് പെർഫെക്റ്റ്ലി കറക്റ്റ് ഫോർ യു, വാട്ട് എവർ യു ഫീൽ പെർഫെക്റ്റ് യു ഡു ഇറ്റ്. ഇതല്ലാതെ ഇപ്പം നിങ്ങൾ പിന്നെ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നു, വീട്ടിലിരിക്കുന്ന എന്നോട് വിളിച്ച് ചോദിക്കുക ഞാനൊരു കുഴി കാണുന്നു, എന്ത് ചെയ്യണം? എനിക്ക് ഉചിതമായി ചെയ്യാനല്ലേ പറയത്തുള്ളൂ. കുഴിയിലോട്ട് ഇറങ്ങാൻ പറയുമോ? കുഴിയിലോട്ട് മാറ്റാൻ പറയുമോ? ഉചിതമായ രീതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറയും. അതന്നല്ലേ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ദേശദ്രോഹം. ഞാൻ ഏതൊരു ഇതിൽ പറഞ്ഞത്, ഏറ്റവും വലിയ ദേശദ്രോഹം നടത്തിയിട്ടുള്ള പാർട്ടി ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. എന്ന് തുടങ്ങിയാണെന്നറിയാതെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ദേശസുരക്ഷയും ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും ആയിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ തൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെയും പ്രവർത്തനങ്ങൾ ചെറു രാജ്യങ്ങളെയും ഈ രാജ്യത്തെ, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ കോർത്തിനെക്കൊണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഒരു പ്രോഡക്റ്റ്, ഒരു കമ്മോഡിറ്റി ആയിട്ട് കണ്ടത് ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആൻഡമാൻ സീസിലുള്ള, ബേ ഓഫ് ബംഗാളിലുള്ള കൊക്കോ ഐലൻഡ്. 1948 നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത്, അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് വാസ് റൂൾഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവേണൻസ് ആൻഡ് ഇറ്റ് വാസ് ഹാൻഡഡ് ടു പഴയ മയൻമാറിന് മയൻമാർ ആൾസോ വാസ് അണ്ടർ ബ്രിട്ടീഷ് റെജീം. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യം പറഞ്ഞത് ആ കൊക്കോ ഐലൻഡ് എന്ന് പറയുന്ന 1200 സ്ക്വയർ കിലോമീറ്ററുള്ള ആ ഐലൻഡ്, അത് നമ്മുടെ ഫസ്റ്റ് അജണ്ട അതായിരിക്കണം. കാരണം ഒരു രാജ്യത്തെ മറ്റൊരു വിദേശ ശക്തിക്ക് എൻട്രി ചെയ്യാനുള്ള ഗേറ്റ് വേ ആണത്. അതെ, അത് ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഈസ് അണ്ടർ ത്രെറ്റ് അറ്റ് 24/7 ടിൽ ദ എൻഡ് ഓഫ് ദി സ്റ്റോറി. എന്നും ഇതൊരു ഒരു ഡെമോക്രസ് വാൾ പോലെ ഭീഷണിയായിട്ട് നിൽക്കും. അതുകൊണ്ട് അത് വിട്ടിട്ടുള്ളൊരു കളിക്ക് നിൽക്കരുത്. അതേ വേറെ എന്തിനും തയ്യാറായിരുന്നു. പക്ഷേ ഇത് ബ്രിട്ടീഷുകാരുടെ തീരുമാനത്തിന് പോട്ടെ എന്ന് തീരുമാനിച്ചു. ഇറ്റ് വാസ് എ ബാർട്ടർ സിസ്റ്റം ഓഫ് മാനേജ്മെൻറ്റ്. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ചതിച്ചയാൾ, ഇന്ത്യയുടെ ദേശസ്നേഹത്തിൻ്റെ കടക്കൽ കത്തിവെച്ചത്, ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് വേ തുറന്നു കൊടുത്തത് ജവഹർലാൽ നെഹ്റു. അല്ല, പിന്നീട് അറിയില്ലോ. അത് പറയുന്നത് കംപ്ലീറ്റ്, ലെറ്റ് മി കംപ്ലീറ്റ്. ആ ഐലൻഡ് മയൻമാറിൽ നിന്ന് ചൈനീസ് അവരത് ലീസ് ഔട്ട് ചെയ്തു. ടുഡേ ദറ്റ് ഐലൻഡ് ഈസ് ഗവേൺഡ് ബൈ റിപ്പബ്ലിക് ഓഫ് ചൈന. 56 നോട്ടിക്കൽ മൈലാണ് കൊക്കോ ഐലൻഡ് ടു ആൻഡമാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പോർട്ട് ബ്ലെയറിലേക്കുള്ള ദൂരം. പോർട്ട് ബ്ലെയർ ടു കൽക്കട്ട, പോർട്ട് ബ്ലെയർ ടു ചെന്നൈ വളരെ അടുത്താണ്. മാലപ്പുറം കയറി ഇങ്ങനെ ഒരു എയർ അറിയത്തില്ല, നമ്മൾ ദീപാവലിക്ക് അറിയത്തില്ലേ, ഇവിടുന്ന് ഒരു എയർ എറിഞ്ഞ് കഴിഞ്ഞാൽ ചെന്നൈയിലും വന്ന് വീഴും, കൽക്കട്ടയിലും വന്ന് വീഴും. നമ്മൾ രണ്ടും ഇരിക്കുന്ന ഈ സ്റ്റുഡിയോ പോലും അതിൻ്റെ റേഞ്ചിലാണ്. നമ്മൾ സുരക്ഷിതരല്ലായിരുന്നു ടിൽ ദൈവപുത്രനെ പോലെ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി വന്നു, നരേന്ദ്രമോദി ആദ്യം ചെയ്ത നാഷണൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ സർവൈലൻസ് പൂർണ്ണമായ തോതിൽ ഇന്ത്യയുടെ അധീനതയിലാക്കി. ശത്രു രാജ്യത്തിൻ്റെ ഒരു കൊച്ചു വള്ളം പോലും അതിനകത്തൊന്നും കടത്തു വരാത്ത രീതിയിൽ മുഴുവൻ ബൗണ്ടറികൾക്കും സ്ട്രെങ്തൻ ചെയ്തു. ഇന്ന് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ട്രൈ കമാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി സാറിന്, മൂന്ന് സേനാധിപന്മാർ, സിംഗിൾ കമാൻഡിങ് ഓഫീസർ. എവറി 3 years that will change. ഒരു പ്രാവശ്യം കരസേന, മിലിറ്ററി ആർമി ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നേവി ആയിരിക്കും, അടുത്ത പ്രാവശ്യം എയർഫോഴ്സ് ആയിരിക്കും. ആദ്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് ആൻഡമാൻസാണ്. ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് തോന്നിയില്ലല്ലോ. അത് മാത്രമല്ല, സോണിയാഗാന്ധി ആൻഡമാൻസിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ എതിർക്കുകയാണ്, സൈനിക ശക്തി കൂട്ടുന്നതിനെ എതിർക്കുകയാണ്.
ബ്ലൈൻഡായിട്ട് എതിർക്കുകയാണ്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ഇടയ്ക്ക് പറയാൻ വന്നറിയോ, നെഹ്റുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഈ ലഡാക്കിൽ സിയാച്ചിൻ മേഖലയെക്കുറിച്ച് നെഹ്റു പാർലമെൻറ്റിൽ അല്ല, പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒരു പുല്ല് പോലും മുളയ്ക്കാൻ. അല്ല, ഞാൻ പറഞ്ഞത് ഈ പയ്യൻ ഇപ്പോഴത്തെ നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്, ചരിത്രപരമായ വിവരമില്ലായ്മയുടെ കുറവുണ്ട്. അതിന് പഠിപ്പിച്ച് ട്യൂഷൻ കൊടുക്കുന്നത് ഇതേപോലുള്ള KC വേണുഗോപാലിനെ പോലുള്ള ഗാങ്സ്റ്റേഴ്സാണ്. അവരെ സംബന്ധിച്ചുള്ള രാജ്യസ്നേഹവും ദേശസ്നേഹവും ഒന്നും അല്ലല്ലോ. അവരെ സംബന്ധിച്ചുള്ള വിഷയം വേറെയാണ്. സബ്ജക്റ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ഞാൻ പറയാൻ വന്നത് കംപ്ലീറ്റ് ചെയ്തില്ല. അന്ന് നടന്ന ആ കൈമാറ്റം പെടാതിരുന്ന ഐലൻഡ് നിലനിർത്തി ബ്രിട്ടീഷ് റെജിം മയമറിന് കൊടുത്തതിൻ്റെ പ്രതിഫലം അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് പുറത്ത് ജവഹർലാൽ നെഹ്റു റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു സത്യമാണ്. അത് ധീരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. കാരണം ഇന്ത്യൻ ചരിത്രത്തെ ഇത്രത്തോളം വളച്ചൊടിച്ച് രാജ്യസ്നേഹത്തിൻ്റെ മൂടുപടമണിഞ്ഞ് മുഖപടമണിഞ്ഞ് ഇന്ത്യൻ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടുക്കുവാൻ പറ്റുന്ന രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രയും അതിനുശേഷം വന്നിട്ടുള്ള മുഴുവൻ സമരങ്ങളെയും അധീനതയിലാക്കുവാനുള്ള ആ ഒരു കരിക്കുലം, വിദ്യാഭ്യാസ കരിക്കുലം മുതൽ തുടങ്ങി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ബൗദ്ധികമായി മാറ്റിയെടുത്ത ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് 10 വർഷക്കാലമായി ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയാക്കി മാറ്റി ഞാൻ ഭാരതീയനാണ് എന്ന് പറയുവാനുള്ള ആർജവം ഉണ്ടാക്കി കൊടുത്ത നരേന്ദ്രമോദി, ജവഹർലാൽ നെഹ്റു തുടങ്ങി വെച്ച ആ കണ്ടിന്യൂഷൻ ഏറ്റവും അവസാനം 4 ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ കാണിച്ചു. സോ ദിസ് ഈസ് വാട്ട് ഈസ് എ കോൺഗ്രസ് പാർട്ടി ആസ് എ ഹോൾ. കൂടുതൽ ലെങ്തിലി ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ ഒരു 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 എന്താ പറയുന്നത്, ആ ഒരു ഹയറാർക്കി ഫ്രം ദാറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ടു ദിസ് ഗ്രാൻഡ് സൺ, ദാറ്റ് ലെഗസി ക്രിയേറ്റഡ് ദ ഇന്ത്യ ഇൻ ദ സ്പോയിലിംഗ് വേ വിച്ച് വി കനോട്ട് ഇമാജിൻ. അതിൽ നിന്ന് കരകയറ്റുവാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതല്ലാതെ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്ക് വേറെ ഒരു മുദ്രാവാക്യവുമില്ല, വേറെ ഉത്തരവാദിത്വം. ഇത്രയും കേട്ടപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ചോദ്യം ലാപ്സായിപ്പോയി. കാരണം എന്നറിയോ, ഞാൻ ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യമാണ്, അങ്ങ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടിട്ട് BJP യിലേക്ക് ഇനിയിപ്പോൾ അതിന് ചോദ്യത്തിന് പ്രസക്തിയില്ല.